I appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. Mahasara പ്രകാരം മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ ടി വി, 1994 മോഡൽ VCR, 93 മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 94 മോഡൽ ടി വിക്ക് പകരം 84 മോഡൽ ടി വി, ലേറ്റസ്റ്റ് മോഡൽ VCR പകരം 10 വർഷം പഴക്കമുള്ള VCR, അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. In this context, I request this honorable court to take necessary action against the investigating officer who is the real culprit. That's all, Your Honor. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോർട്ടിൽ വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എന്റെ കൺവെട്ടെന്തെങ്കിലും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്കില്ലാത്ത ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്. മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം, കേട്ടോ? അപ്പോഴേ തൊണ്ടി വീശിയാറിന് ഇപ്പൊ എന്നാ വില കിട്ടും? 2 എണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഞാൻ ശാലിനിയാ. അഡ്വക്കേറ്റ് ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു, ഓർക്കുന്നില്ലേ? LIC ഏജന്റ്. LIC മാത്രമല്ല, യൂണിറ്റ് ട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഐ എം ഓൾറെഡി എ പോളിസി ഹോൾഡർ. എനിക്കറിയാം സർ. പോളിസി നമ്പർ 8256151. സം അഷ്യൂർഡ് 3 lakhs. അത് എടുത്തിട്ട് 5-6 വർഷമായില്ലേ. സാർ പ്ലാന്റർ ആണല്ലേ? ലവ്ഡേൽ എസ്റ്റേറ്റ് എന്നല്ലേ പേര്? റബ്ബർ, കാപ്പി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എസ്റ്റേറ്റിലെ വരുമാനം, ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നല്ല പോലെ ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ കഴിയും. ഇതൊന്നും കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഏജന്റ് മെനക്കെടാറില്ല. സാർ ഒരു അല്പസമയം സ്പെയർ ചെയ്തെങ്കിൽ. ഐ എം സോറി, ഇപ്പൊ എനിക്ക് സ്പെയർ ചെയ്യാൻ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. നോ പ്രോബ്ലം സർ, ഞാൻ പിന്നെ വരാം. ഓക്കെ. എനിക്ക് ഈ ഡ്രൈവർ പണിയും ഗുമസ്ത പണിയും വക്കീൽ പണിയും അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ രാജിവെക്കാൻ പോവാ. അതെ, ഒറ്റയ്ക്ക് നടത്തുപോട്ടെ, അപ്പൊ വിവരം അറിയും. സാർ പോളിസി എടുത്തിട്ടുണ്ടോ? അയ്യോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം സാർ. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. എന്തോന്ന്? LIC പോളിസി. ഓ, ടേക്ക് ഇറ്റ് ഈസി പോളിസി. അയ്യോ അത് ഞാൻ എടുക്കുകയല്ല. ആ വീട്ടിൽ ആരാ സാർ താമസിക്കുന്നത്?